എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. മോൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ സ്കൂളിലേക്ക് ലഞ്ച് പാക്ക് ചെയ്ത് കൊടുത്തു വിടണം. പിന്നെ മോന് രാവിലെ എഴുന്നേറ്റ് മോനെ ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ഒരു പ്രീ സ്കൂളിൽ ചേർത്തു. അപ്പോൾ അതിനും കൊണ്ടാക്കണം. രാവിലെ അങ്ങനെ ഒട്ടും സമയമില്ലാത്ത കാരണം നമ്മുടെ ഇവിടുത്തെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അവർക്ക് കഴിക്കാനും അതായിരിക്കും എളുപ്പം. മോനും രാവിലെ എഴുന്നേറ്റു. ഇനിയിപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാക്കണം. അപ്പം ഞാൻ മോളുടെ ഫുഡ് റെഡിയാക്കാൻ പോകുന്ന സമയത്ത് അരുൺചേട്ടൻ മോനെ റെഡിയാക്കി തരും. അപ്പം മോൾക്ക് രാവിലെ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. സ്ക്രാമ്പിൾഡ് എഗ്ഗും പിന്നെ ഒരു നമ്മുടെ റോബസ്റ്റ പഴം, ഒരു ക്രോസാൻഡ്. ഇത് അത്യാവശ്യം ഹെവിയാണ്. അരുൺചേട്ടന് രാവിലെ മീറ്റിങ്ങും വീഡിയോ കോളൊക്കെയാണ്. അപ്പം രാവിലെ തന്നെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് അത് ഗ്രീൻ ടീയിലേക്ക് ഒഴിക്കും. പിന്നെ ഓട്സ് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് അടച്ചു വെക്കും. പിന്നെ ബ്രഷ് ചെയ്ത് കുളിച്ചിട്ടെല്ലാം വരുമ്പോഴത്തേക്ക് ഓട്സ് നന്നായിട്ട് വെന്തിരിക്കും. റോൾഡ് ഓട്സ് തന്നെ ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കും. ഇപ്പോൾ കോസ്കോയിൽ കിട്ടുന്ന സ്പ്രൗട്ടഡ് ഓട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അമ്മൂസിന് ഫ്രൈഡ് റൈസ് ആണ് കൊടുത്തു വിടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ്, 3 അല്ലി വെളുത്തുള്ളി, 3 തണ്ട് സ്പ്രിംഗ് ഓണിയൻ, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞ് തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാസ്മതി റൈസ് വേവിച്ച് അതും തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രേപ്സ് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് തിരുമ്മി കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ തോർത്തി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പണികളൊക്കെ നമ്മൾ രാത്രി തന്നെ ചെയ്തു വെച്ചാൽ രാവിലെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ കാര്യങ്ങൾ സമയത്ത് ചെയ്തു തീർക്കണമെങ്കിൽ കുറച്ച് പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. സോസ് ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട്, പിന്നെ ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. ഞാനിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കറികൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരല്പം പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ ഇതിന് ഒരുപാട് മധുരമൊന്നുമില്ല, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി സെയിം പാനിലേക്ക് ഒരു മുട്ട ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഇനി ചോറും ആ ക്യാരറ്റും അതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. ചോറ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം ഒരുപാട് കുഴഞ്ഞു പോകത്തില്ല. ഫ്രൈഡ് റൈസും ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മിക്സഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ചോറ് ചേർത്ത് ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്. വെളുത്തുള്ളി വഴറ്റിയ സമയത്ത് സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പാർട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആ പച്ച കളറിലെ പാർട്ട് അവസാനം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി യോജിപ്പിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കൊടുത്തുവിടുന്ന തെർമോസിൽ അരമണിക്കൂറോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വെള്ളം കളഞ്ഞൊന്ന് തുടച്ചിട്ട് അതിലാണ് കൊടുത്തുവിടുന്നത്. അപ്പോൾ ഇത് കുറേ സമയം ചൂടോടെ തന്നെ ഇരുന്നോളും. അമ്മൂസ് ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലാതെയാണ് കഴിക്കുന്നത്. ഇനി കൂട്ടത്തിൽ കുറച്ച് ഗ്രേപ്സും ആപ്പിളും കൂടെ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ ഇന്നിനി സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് അവർക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. ഒരു 5 മണിയാവും വരാൻ. അപ്പോൾ അതിന് മുന്നേ സ്കൂൾ കഴിയുമ്പോൾ ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചോളും. അമ്മൂസ് സ്കൂളിലേക്ക് പോയി. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് സ്കൂൾ ബസ്സിന് വരത്തില്ല, വേറെ ക്ലാസ് ഉള്ളതുകൊണ്ട്. അപ്പം വൈകുന്നേരം ഇനി പോയി വിളിക്കണം. ഇനി മോനെ പ്രീ സ്കൂളിൽ കൊണ്ടാക്കണം. അപ്പം ഞാൻ മോനെ കൊണ്ടാക്കി തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിളിക്കാനായിട്ട് വന്നതാണ്. ഞാൻ കുറച്ച് ക്രാക്കേഴ്സൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇതൊരു 15 കുട്ടികളും 2 ടീച്ചേഴ്സും ഉള്ള ചെറിയൊരു സ്കൂളാണ്. ഇവിടെ 2 മണിക്കൂറേ ഉള്ള ആകെ ക്ലാസ്. അപ്പം നമ്മൾ 1 മണിക്കൂറോളം ഒരു 4 വട്ടമായിട്ട് വണ്ടി ഓടിച്ചങ്ങ് പോകും. ഇനി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു 12 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരു 3-4 ആഴ്ചയായി. ആ സമയത്ത് നല്ല പച്ച നിറമാണ് ചുറ്റിന്. ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് മൊത്തം ഈ ഇലകളുടെ എല്ലാം നിറം മാറി മഞ്ഞയും ചുവപ്പൊക്കെ ആയി ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഫോൾ സീസൺ ആയിരുന്നു.
ഇനിയിപ്പോൾ അടുത്ത വിൻ്റർ തുടങ്ങുന്നതിന് മുന്നേ, തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഈ ഇലകളെല്ലാം കൊഴിഞ്ഞു വീണ് മരം മാത്രമാവും. ഒരില പോലും ഇല്ലാതെ മരങ്ങൾ മാത്രം ഇങ്ങനെ നിൽക്കും വിൻ്റർ വരുന്നതിന് മുന്നേ ആയിട്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് ഇടുന്നവർ കൂടുതലും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. അപ്പം ശരിക്കും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യവും അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കുകയും പിന്നെ എഡിറ്റ് ചെയ്തിടുകയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. മോനെ സ്കൂളിൽ കൊണ്ടാക്കിയ സമയത്ത് തിരിച്ചു വന്നിട്ട് പച്ചക്കറി എല്ലാം പറിച്ചു വെച്ചു. ഇവിടെ തണുപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജിലൊക്കെ ഒരു ചെടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ചെടിയെല്ലാം അതിൻ്റെ ഇലകളൊക്കെ നശിച്ച് തണുപ്പ് പിടിച്ച് അങ്ങ് ഒരു വല്ലാതായി പോകുമല്ലോ, അതേപോലെ ആയിരിക്കും. അപ്പോൾ ഉള്ള പച്ചക്കറിയൊക്കെ പറിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനിയിപ്പം ഇങ്ങനെ കുരുന്നായിട്ടും പൊട്ടായിട്ടൊക്കെയുള്ള അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ തന്നെ നശിച്ചു പോകും. അപ്പം ഇനി അതെല്ലാം ഒന്ന് വലിച്ച് പറിച്ചെല്ലാം ക്ലീൻ ചെയ്യണം. ഈ വർഷം നമുക്ക് പാവയ്ക്കയും അച്ചിങ്ങാപ്പയറൊന്നും ഒരുപാട് ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം അത് രണ്ടും ഇഷ്ടം പോലെ ഉണ്ടായി. അപ്പോൾ ഇത് ഞാനിനി വൈകിട്ട് സാമ്പാർ വെക്കും, പിന്നെ പാവയ്ക്ക തോരൻ വെക്കും. ബാക്കി പറിക്കാനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഉച്ചയ്ക്ക് സാൽമൺ കൊണ്ട് പെട്ടെന്നൊരു ബിരിയാണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങുന്ന ഫ്രഷ് സാൽമൺ ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടു, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു, കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മീനിലേക്ക് പുരട്ടിയെടുത്തു. ഒരു 15 മിനിറ്റോളം ഞാൻ മസാല പിടിക്കുന്നതിനായിട്ടൊന്ന് മാറ്റി വെച്ചു. ആ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. ഞാൻ ഒരു കാസ്റ്റ് അയണിൻ്റെ ഫ്രൈങ് പാനാണ് എടുത്തത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് മീനൊന്ന് 2 സൈഡും വറുത്തെടുക്കാം. വറക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ വേണ്ട, ഇതിനുള്ളിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ ഇറങ്ങി വരും. നമ്മുടെ മത്തി പോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഒമേഗ 3 ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു നെയ്യ് പോലെ ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഒരുപാട് എണ്ണയ്ക്കകത്തിട്ട് വറക്കുകയും ചെയ്യരുത്, കൂടുതൽ സമയത്ത് വേവിക്കുകയും ചെയ്യരുത്. ഒരു 2 തവണ കൊണ്ട് മുഴുവൻ മീനും വറുത്തെടുത്തു. ഇനി ആ സെയിം പാത്രത്തിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് നിറം മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 5 പച്ചമുളകും കൂടെ ചതച്ച് ചേർക്കാം. അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 ടീസ്പൂണോളം മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്തു. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതിനായിട്ടൊന്ന് വഴറ്റിയെടുത്തു. മീനിനകത്ത് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം, ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. മീനെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ഇതിന് മുകളിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇനി ഒരു 5 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിക്ക് വെക്കുന്ന പോലെ ബസ്മതി റൈസോ അല്ലെങ്കിൽ കൈമേരിയോ ഇതിന് ഉപയോഗിക്കാം. അപ്പം ഞാൻ കൈമേരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലൊരു ബൗളിൽ ഒന്ന് ചോറും മീനും കൂടെ ലെയർ ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചെമ്മീൻ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം, നല്ല ടേസ്റ്റാണ്. സവാളയും പച്ചമുളകും നാരങ്ങാനീരും ഉപ്പും മല്ലിയിലയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. ശരിക്കും ഞാൻ ചോറും മീൻകറിയൊക്കെ വെക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നൊട്ട് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റുമായിരുന്നു. പിന്നെ 4:45 ആയപ്പോഴത്തേക്ക് അമ്മൂസിനെ പിക്ക് ചെയ്യാനായിട്ട് സ്കൂളിൽ വന്നു. അപ്പോൾ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് അവർക്ക് വേറെ ക്ലാസ് ഉണ്ടെങ്കിൽ ബസ്സിൽ വരത്തില്ല, അപ്പോൾ നമ്മൾ വന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ പുറത്ത് വരും. എനിക്കിനി വീട്ടിൽ പോയിട്ട് അത്യാവശ്യം നല്ല പണിയുണ്ട്. പിന്നെ അമ്മൂസിന് വീണ്ടും ഒരു 7 മണിയാകുമ്പോൾ വരണം, സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്. ഇനി വൈകിട്ട് ഞാൻ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറാണ് ചെയ്യുന്നത്. ഒരു ഫ്ലാറ്റ് ബ്രെഡ് എടുത്ത് അതിൽ കുറച്ച് കെച്ചപ്പ് തൂത്തിട്ട് അല്പം ഒറിഗാനോ ഇട്ടു, പിന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് ഒന്ന് 10 മിനിറ്റ് ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ചീസ് പിസ്സ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ കുറച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തു.
അപ്പോൾ രാവിലെ മോൾക്ക് ഫ്രൈഡ് റൈസിനകത്തേക്ക് എടുത്ത ബെൽ പെപ്പറിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു സവാളയും അല്പം ഉപ്പും ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതും ആ ഒരു ഫ്ലാറ്റ് ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ട് അതും ഒന്ന് ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടി. ഇനി ഇത് ആ ഒരു ക്രസ്റ്റ് നന്നായിട്ട് വരാൻ വേണ്ടി ഒരു കാസ്റ്റ് അയൺ തവയിൽ കുറച്ച് സമയം ഇട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മാംഗോ സാലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മാങ്ങ അധികം പഴുക്കാത്ത ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. മധുരമുണ്ട്, അധികം പുളിയില്ല. അപ്പോൾ അത് നന്നായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞെടുത്തു. അതിലേക്കൊരു ഇംഗ്ലീഷ് കുക്കുംബർ, കുരുവില്ലാത്ത കുക്കുംബർ എടുത്തു. പിന്നെ കുറച്ച് മല്ലിയില, നാരങ്ങ നീര്, ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ശരിക്കും അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് നിന്ന് കുക്ക് ചെയ്യാനും വഴറ്റാനും ഒന്നുമില്ല, എളുപ്പമാണ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു. മോനെ ബ്രഷ് ചെയ്യിപ്പിച്ച് ഡ്രസ്സെല്ലാം മാറ്റി അവിടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ബെഡ് വിരിച്ച സമയം കൊണ്ട് ആൾ ഉറങ്ങിപ്പോയി. മോനെ കിടത്തിയിട്ട് വന്ന് നാളത്തേക്ക് കുറച്ച് മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ക്യാരറ്റാണ്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ പറിച്ചെടുത്ത പച്ചക്കറികളും എല്ലാം കൂടെ ചേർത്ത് നാളത്തേക്കൊരു സാമ്പാർ വെക്കുവാണ്. അതൊരു കുറച്ച് കൂടുതൽ വെക്കും. പിന്നെ പാവയ്ക്ക ഞാൻ ഫ്രിഡ്ജിലും പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചു. അത് നാളെ തോരൻ വെക്കും. പിന്നെ പച്ചത്തക്കാളി തേങ്ങ അരച്ചൊരു ഒഴിച്ചുകറിയും വെച്ചു. നാളെ രാവിലെ ഇനി ഇഡ്ഡലി സാമ്പാറാണ്. അപ്പോൾ അതിന് സാമ്പാറെല്ലാം ഞാൻ റെഡിയാക്കി നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ ഗ്ലാസ് കണ്ടെയ്നറിനകത്തോട്ടാക്കി അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും. അപ്പം മാവും ഞാൻ കുറച്ച് ദിവസത്തേക്ക് കൂടുതൽ അരച്ച് വെക്കും. ഇതുപോലെ കുറച്ച് കട്ടിക്ക് ഇഡ്ഡലി മാവിൻ്റെ പാകത്തിനാണ് അരച്ച് വെക്കുന്നത്. അപ്പോൾ ആ ദോശ വേണമെങ്കിൽ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. എന്നിട്ട് ഞാനൊരു 10 മണിക്കൂർ ഇൻസ്റ്റൻറ്റ് ബോട്ടിനകത്ത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ രാവിലെ നല്ല റെഡി ആയിട്ടിരിക്കും. ഇഡ്ഡലി ആയതുകൊണ്ടാണ് 10 മണിക്കൂർ വെച്ചത്. ദോശയാണെങ്കിൽ ഒരു 8 മണിക്കൂർ വെച്ചാൽ മതി. കിച്ചണിൽ നിന്ന സമയത്ത് മോൻ എൻ്റെ കൂടെ കുറച്ച് സമയം ഇവിടെ നിന്ന് കളിച്ച് വെള്ളമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തുടയ്ക്കുന്നത്. അല്ലേ എല്ലാ ദിവസവും തുടയ്ക്കലില്ല, ആഴ്ചയിലോ മറ്റോ തുടയ്ക്കത്തുള്ളൂ. അരുൺചേട്ടൻ മോളെയും കൊണ്ട് സ്വിമ്മിങ് ക്ലാസ്സിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവരൊരു 8:30 വരും. വന്ന് മോള് നല്ല ടയേർഡായിട്ടായിരിക്കും വരുന്നത്. വന്ന് കുളിച്ച് അപ്പം തന്നെ കിടക്കും. പാത്രങ്ങളെല്ലാം ഡിഷ് വാഷറിനകത്ത് ലോഡ് ചെയ്തു. പിന്നെ ഗ്രൈൻഡറും വലിയ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കിങ്ങും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ സ്റ്റൗവും സിങ്കും എല്ലാം നീറ്റാക്കി ഇടണം. അപ്പോൾ രാവിലെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ. 8:30 ആയപ്പം അമ്മൂസ് എത്തി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുടി ഒന്ന് ഡ്രയർ വെച്ചിട്ട് ഉണക്കി കൊടുക്കും. അതിനുശേഷം ഉറങ്ങി. അങ്ങനെ ഒരുവിധം പണികളെല്ലാം തീർത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.